ദൈവത്തിന് മഹത്വം ഉണ്ടായിരുന്നു. ജൂലൈ 8-ാം തീയതി എൻ്റെ കൈക്ക് ഒരു നീരും പുകച്ചിലുണ്ടായി. വൈകുന്നേരം ആയപ്പോഴത്തേന് അത് കൂടി. അവിടെ ചെന്ന് വിഷവൈദ്യനെ കൊണ്ടേ കാണിച്ചു. ഉടനെ വിഷവൈദ്യം പറഞ്ഞു ഏതാണ്ട് TT ആണെന്നുകൊണ്ട് ഏതാണ്ട് തൊട്ടതാണെന്ന് പറഞ്ഞു. ആ ചികിത്സ ചെയ്തു. 5 ദിവസം വീട്ടിൽ ഞങ്ങൾ ചികിത്സിച്ചു. കുറവില്ല. തിങ്കളാഴ്ച രാവിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തിങ്കളാഴ്ച രാവിലെ ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, നീ ഈ തെങ്ങും മാവും പ്ലാവും ശരിക്കും കണ്ടു, ഇനി നീ കാണാൻ പോകുന്നില്ല എന്നെന്നോട് പറയുക. ഉടനെ ഞാൻ പറഞ്ഞു, ചാത്താനെ, നിന്നെ അല്ലല്ലോ ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ജീവനുള്ള ദൈവത്തെയാണല്ലോ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെയും രണ്ടാമത്, നീ ശരിക്കും നിന്റെ മുറ്റം മുഴുവൻ കണ്ടു, ഇനി നീ കാണത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടും ഞാൻ പറഞ്ഞു, ചെറുതാനെ, ഞാൻ നിന്നെ അല്ല ആരാധിക്കുന്നേ, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നേ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും കൊഴിഞ്ഞു പോകാൻ അവൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിക്കകത്ത് കയറി ചെന്നോടെ എനിക്കൊരു അസ്വസ്ഥത തോന്നി. ഞാൻ കിടന്നു. അപ്പോൾ എൻ്റെ ഈ കൈവിരൽ പാമ്പിൻ്റെ തല പോലെയും കണ്ണുകൾ പാമ്പിൻ്റെ കണ്ണുകൾ പോലെയുമായി. ഉടനെ തന്നെ എൻ്റെ അയൽവക്കത്തുള്ളവർ എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്ന് പറഞ്ഞു, കുഞ്ഞുമോളെ ഇങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്, എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ പുഷ്പഗിരി, അല്ലെങ്കിൽ കാരിത്താസിൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി എന്നെ കൊണ്ടുപോകാം. ഞാൻ മരണത്തിന് അടിമയായി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാലും എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു, നിന്നെ കൈവിടത്തില്ല, നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരമുണ്ട്, എനിക്ക് നിന്നെ കൊണ്ട് ഉപയോഗമുണ്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റാക്കി. അവിടുന്ന് ആൻറ്റിവനം എന്ന് പറഞ്ഞ ഒരു മരുന്ന് എൻ്റെ ശരീരത്തിൽ കയറ്റാൻ പോവാണ്. അതിൻ്റെ പ്രതിഫലം ഒന്നെങ്കിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ കിഡ്നി പോകും, അല്ലെങ്കിൽ ഞാൻ തീർത്തും ഔഷധയാകും. ഈ രീതിയിലാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം മാത്രമേ ആയുള്ളൂ, എൻ്റെ മോനും മോളും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് എങ്ങനെയുള്ള മക്കളെയാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നീ എനിക്ക് തന്നു. അവരെൻ്റെ മക്കളെ കരുതുവോ കാക്കുവോ ഒന്നും എനിക്കറിയത്തില്ല. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഹിതം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. തിങ്കളും ചൊവ്വായും അവിടുന്ന് എന്നെ പലവിധ പരിശോധനയ്ക്ക് നോക്കി പരിശോധിച്ചു. ആ പരിശോധനയിൽ എൻ്റെ ശരീരം മുഴുവൻ പാമ്പിൻ വിഷമാണെന്നുള്ളത് മനസ്സിലായി. ഉടനെ ഒരു ഡോക്ടർ വന്ന് പല പരിശോധനകൾ നടത്തിയിട്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. അച്ഛനെ വിളിച്ച് പിള്ളേർ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു. എൻ്റെ മരുമോൾ ഇസ്രയേലിൽ, മരുമോൻ ജെറുസലേമിലാണ്. അവർ രണ്ടുപേരും നേഴ്സാണ്. അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബുധനാഴ്ച 3:45 എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. 6 മാസം കൊണ്ട് എൻ്റെ ഈ മുറിവുകൾ കഴിയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യുവാൻ പറ്റില്ല, 6 മാസം നീ റെസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തതിൻ്റെ 5-ാം ഭാഗം അച്ഛനെയും എൻ്റെ മക്കൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അച്ഛൻ അവിടുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞു, മോളെ, നീ 3 ദിവസത്തിനകം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നീ പോകും, നിനക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ 4 മക്കൾ എന്നെ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ സൗന്ദര്യം അവർക്കറിയാം. പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്കിനി ഒരു വേദന സഹിക്കാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് സർജറി ഒന്നും കൂടാതെ എൻ്റെ ദൈവം എൻ്റെ കൈ ഇത്രയും സുഖമാക്കി തന്നു. 3 ഓപ്പറേഷൻ നടത്തി, 1, 2, 3. ഈ കൈക്ക് മരിച്ചിരിക്കുന്ന സമയത്ത്, കൈ പുറകോട്ടെടുത്ത സമയത്ത് കട്ടിലിൻ്റെ ക്രാസിയൊക്കെ അടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ ഒരു ചതവുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം എനിക്ക് തന്നത് അതൊരു 4 പേരെ കാണിക്കാനുള്ള ഒരടയാളമായി ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് വേദനയൊന്നുമില്ല. അച്ഛൻ്റെ പ്രാർത്ഥനയാലും അച്ഛൻ അവിടെ വന്ന് എനിക്ക് വിശുദ്ധകുർബാന തന്നതിനാലും ഞാൻ 3 ദിവസം കൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മോളെ, നിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഡോക്ടർ, എന്നെ ഈ സ്ഥിതിയിലോ? അതെ, നിന്നെ നോക്കുന്ന നിൻ്റെ പിള്ളേർ. എൻ്റെ മരുമോൻ ജെറുസലേമിന് 10 ദിവസത്തെ അവധിക്ക് വന്നു. എൻ്റെ മോള് നേഴ്സായിരുന്നു, സൗദിയിലായിരുന്നു. അവൾ അവധി ആ സമയത്ത് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടെ നേരം വെളുത്ത് 7 മണിയാകുമ്പോൾ എന്നെ കുളിപ്പിക്കണം, പിയേഴ്സ് സോപ്പ് ഇട്ട് ഇവിടെ കഴിയാനൊക്കത്തുള്ളൂ. കഴുകി എല്ലാം ഡ്രസ്സ് ചെയ്ത് 1.5 മാസം കൊണ്ട് എനിക്ക് 495 ഷുഗർ. മുറിവ് കുത്തിക്കെട്ടിട്ടില്ല. അതെല്ലാം ദൈവം തമ്പുരാൻ എനിക്ക് കുറവായി തന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയാലും ഞാൻ സുഖം പ്രാപിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. എല്ലാം ദൈവം തമ്പുരാൻ എനിക്ക് നന്നായി എല്ലാ കൃപയും തന്നെ ഞാൻ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമുക്ക് മാറ്റപ്പെടുത്താൻ സാധ്യമായത് സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ. വളരെ ദിവസങ്ങൾ എടുക്കുന്ന വഴിയിലും 3 ദിവസം കൊണ്ട് ഇവിടുന്ന് ആശുപത്രി ഡിസ്ചാർജ് ആകാനായിട്ട്, അതുപോലെ 450 രക്ഷകർ
കുറവൊക്കെ കരിയുവാൻ വളരെ താമസമെടുക്കുന്നതാണെങ്കിലും പെട്ടെന്ന് കരിഞ്ഞ് സുഖം പ്രാപിച്ച് പൂർവ്വ ആരോഗ്യസ്ഥിതി പ്രാപിച്ചതിനെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറഞ്ഞിട്ട് 2 കരങ്ങളും ഉയർത്തി ഈ മകളെ സൗഖ്യപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.